എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 41 42 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2:41, 42. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആദിമസഭയിൽ വ്യാപരിച്ചുകൊണ്ടേ ഇരുന്നു. സമൂഹം ആത്മനിറവിലായി എന്നത് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കേട്ട 3000-ഓളം ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പാപമോചനവും പരിശുദ്ധാത്മദാനവും അനുഭവമായി. 120 പേരുണ്ടായിരുന്ന സംഘം എണ്ണത്തിലും അനുഭവത്തിലും വർദ്ധിച്ചു. സഭയുടെ കൂട്ടായ്മയിലാണ് വിശ്വാസികൾ വളരുന്നത്, ശക്തിപ്പെടുന്നത്. ആ കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ട ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. സഭ ഒരു സംഘടനയല്ല, ഒരു സമൂഹമാണ്. സംഘടനാപരമായ പല വശങ്ങളും അതിനുണ്ടെങ്കിലും അത് ഒരു സംഘമാണ്. ജീസസ് മൂവ്മെൻറ്റ് എന്നാണ് അക്കാലത്ത് ഈ ക്രിസ്തീയ ഉപദേശങ്ങളെ അനുകരിച്ച ആളുകളെ വിളിച്ചിരുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് സഭ ജന്മം കൊണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വ്യക്തമായി പറഞ്ഞാൽ അബ്രഹാം പിതാവിന് ലഭിച്ച ദൈവവിളിയോടെ സഭയും ആരംഭിച്ചു എന്ന വിലയിരുത്തലും നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മദാനം ലഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. അതാണ് പെന്തക്കോസ്തിൻ്റെ പ്രാധാന്യം. സഭാ സമൂഹത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, പഠിക്കുന്ന സമൂഹമാണ്, ലേണിംഗ് കമ്മ്യൂണിറ്റി. 42-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിക്കുന്ന സമൂഹമാണ് സഭ. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസിൻ്റെ ക്രിസ്തു കേന്ദ്രിതമായ പ്രസംഗത്തെ തുടർന്ന് സ്കൂളും ആരംഭിച്ചു. അപ്പോസ്തലന്മാർ അധ്യാപകരും വിശ്വാസ സമൂഹം വിദ്യാർത്ഥികളുമായി. ആത്മനിറവുള്ള 3000 വിദ്യാർത്ഥികൾ. പരിശുദ്ധാത്മാവ് സത്യത്തിൽ ആത്മാവാണ്. സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആളത്വമാണ്. തിരുവചനത്തോട് ആഭിമുഖ്യമുള്ള സമൂഹമാണ് സഭ. ദൈവാത്മാവാണ് ദൈവജനത്തെ തിരുവചനത്തിന് വിധേയരാകുവാൻ നയിക്കുന്നത്. ജോൺ സ്റ്റോട്ടിൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്: ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ലീഡ്സ് ദ പീപ്പിൾ ഓഫ് ഗോഡ് to submit to the word of God. സഭയുടെ ആരംഭവും പ്രവർത്തനങ്ങളും, അതായത് നമ്മൾ ഇന്ന് കാണുന്ന സഭകളുടെയൊക്കെ ആരംഭ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നു. സഭ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിൽ വളരുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന പാശ്ചാത്യ മിഷണറിമാർ അന്ന് കേരളത്തിലുണ്ടായിരുന്ന സഭയുടെ ദുസ്ഥിതി മനസ്സിലാക്കി തിരുവചനം സാധാരണക്കാർക്ക് കൂടെ സുഗ്രാഹ്യമാകും വിധം മാതൃഭാഷയിൽ വിവർത്തനം ചെയ്ത് അച്ചടിച്ച് വിതരണം ചെയ്തു. കേരളത്തിലെ മലങ്കര സഭയിലെ നവീകരണത്തിൻ്റെ തുടക്കം അവിടെയാണ്. എവിടെയെല്ലാം തിരുവചന പഠനത്തിന് പ്രാധാന്യം നൽകുമോ അവിടെ സഭ വളരും. പരിശുദ്ധാത്മാവാണ് ഇതിന് വിശ്വാസ സമൂഹത്തെ സഹായിക്കുന്നത്. പഠനം മുരടിച്ച ക്രിസ്തീയ സമൂഹത്തിന് ഏതോ സാരമായ തകരാറുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ പരിശുദ്ധാത്മ നിറവുള്ള സമൂഹം പഠിക്കുന്ന സമൂഹമാണ്. ഒരു വിശ്വാസി
ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ പര്യാപ്തമായ ഭക്ഷണമാണ് തിരുവചനം. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ദൈവവചനമാണ് ജീവിത വഴികാട്ടി. അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കണം. സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുവാൻ സഹായിക്കുന്നതും ദൈവവചനമാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത കൂട്ടായ്മ സംഘമായിരുന്നു, ലവിങ് കമ്മ്യൂണിറ്റി. 45-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. സഭ ഒരു കൂട്ടായ്മ സംഘം. പാട്ടിലും പ്രാർത്ഥനയിലും നാം കൂട്ടായ്മയെ ഒരുക്കാറുണ്ട്. അത് സഭയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമാണ്. പങ്കിടുന്നതാണ് സഭ ആ കൂട്ടായ്മയുടെ പൊരുൾ എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് ലഭിക്കുന്നതിലും കൊടുക്കുന്നതിലും കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. ആദിമസഭയിലെ വിശ്വാസികൾ തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിട്ട് സാക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ മുഖമുദ്രയാണ് കൂട്ടായ്മ. ദൈവത്തോടുള്ള ബന്ധത്തിലും ഇത് വാസ്തവമാണ്. മുൻപ് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ നമ്മൾ അറിയുന്നത് മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. ക്രിസ്തീയ ജീവിത അനുഭവവും പങ്കിടേണ്ടതാണ്. ഇത് സ്വമേധയാ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ആരുടെയും നിർബന്ധം അതിലില്ല. നിയമം മൂലം അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ബാഹ്യ സമ്മർദ്ദം കൊണ്ട് ഉണ്ടാകേണ്ടതല്ല. തുല്യ വിഭജനം എന്നതല്ല അതിൻ്റെ തോത്. ആവശ്യത്തിനനുസരിച്ച് ദരിദ്രരോടും പരദേശികളോടും ഔദാര്യ മനോഭാവവും സമീപനവുമാണ് ആവശ്യം. ബുദ്ധിമുട്ടിലിരിക്കുന്നവരാരും നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൂടാ എന്നതായിരിക്കട്ടെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം. ഒരു കൂട്ടർക്ക് ഒട്ടുമില്ലാതിരിക്കെ ധാരാളം ഉള്ളവനായിരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. പരദേശിയർക്കും ലേവ്യർക്കും വിളവെടുപ്പ് സമയം അവരുടെ ആവശ്യം പരിഗണിച്ച് 1/10 നൽകണമെന്നാണ് ന്യായപ്രമാണം അനുശാസിക്കുന്നത്. ആത്മനിറവുള്ള ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം അതിൽ കുറഞ്ഞതൊന്നുമാകാൻ പാടില്ല. അവനവന് ആവശ്യമുള്ളതുപോലെ നൽകുക എന്നതായിരുന്നു യെരുശലേം സമൂഹത്തിന്റെ പ്രമാണം. അതിൻ്റെ ഫലം മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ സഭ കരുതുന്നവരുടെ സമൂഹമാണ്. അതൊരു സഹോദര സംഘമാണ്. കരുതലും പങ്കിടലും ഒന്നിൻ്റെ പര്യായമാണ്. ഇന്നത്തെ ദിവസത്തിൽ ഈ പങ്കിടലിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. കരുതാൻ, സ്നേഹിക്കാൻ, ആവശ്യങ്ങളിരിക്കുന്നവരെ കണ്ടെത്താൻ, നമ്മൾ ആവോളം കൈത്താങ്ങൽ നൽകാൻ സാധിക്കുമ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി പരിശുദ്ധാത്മ പ്രവർത്തനം നമ്മിലൂടെയും മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. ആദിമസഭ കൂട്ടായ്മ ആചരിക്കുകയും കരുതുകയും പങ്കിടുകയും ചെയ്തതുപോലെ ഇന്നും ഞങ്ങളുടെ ഇടയിൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. തങ്ങളാൽ ആവോളം മറ്റുള്ളവരെ കരുതാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാലം ആവശ്യത്തിലിരിക്കുന്നവരോട് കരുണ കാണിക്കാൻ, കനിവ് കാണിക്കാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ അർഹതയേക്കാൾ ഉപരിയായി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഇവിടുത്തെ മാറാത്ത കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പങ്കിടലിൻ്റെ മനോഭാവവും ഒക്കെ നൽകി എല്ലാവരെയും പുതിയ വർഷത്തിൽ വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.